ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് വിവോ X200 Pro എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറേ വീഡിയോ കണ്ടിട്ടുണ്ടാവും, കുറേ റിവ്യൂസും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവും. ഇത് ഏറ്റവും നല്ലൊരു ക്യാമറ സെൻട്രിക് ഫോണാണിത്. ഓക്കെ, ഞാൻ അതിന് പറയാനുള്ള കാരണം, ഞാൻ iPhone 15 വരെ യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് iPhone 15 ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ iOS എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം അതിൻ്റെതായ റിസ്ട്രിക്ഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഞാൻ അത്ര ഒരു വലിയ ഫാനല്ലാത്തത്. ഓക്കെ, അതുപോലെ ഞാൻ സാംസങ് S24 Ultra റീസെൻ്റ്ലി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും കയ്യിലുണ്ട്, എൻ്റെ വൈഫ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോണാണെങ്കിലും നമ്മൾ ഒരു ക്യാമറ ആയിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. നല്ല ക്യാമറയാണ്, അപ്പോൾ നമുക്ക് നല്ല സൂമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് ആ ഫോൺ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നീട് വന്ന X100 Pro എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അത് ഞാൻ വൺ ഇയറായി, ഞാൻ വന്ന അതേ സമയത്ത് തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഇതാ നിങ്ങൾക്ക് കാണാം, ഞാനിത് പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ 1 ഇയർ ആയിക്കൊണ്ട് വന്ന്. ഇപ്പോൾ ഇതിൻ്റെ പുതിയതായിട്ടുള്ള ഒരു വേർഷനാണ് X200 Pro. ഇതിൽ കുറേ കാര്യങ്ങൾ അപ്ഗ്രേഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്തായാലും ഞാൻ ഒരു കമ്പാരിസൺ വീഡിയോയും ചെയ്യാനുള്ള താല്പര്യമുണ്ട്. എന്തായാലും നോക്കാം, X200 Pro വേഴ്സസ് X100 Pro എന്ന് പറയുന്ന ഒരു കമ്പാരിസൺ. ഇത് ഞാൻ എന്തായാലും നമ്മൾ സ്റ്റോറുണ്ട് നമ്മളുടെ കൊച്ചിയിൽ. അപ്പോൾ അവിടെ മൈ ക്ലിക്ക് എന്ന കടവന്തര ഭാഗത്ത് ഞാൻ അഡ്രസ്സും കാര്യങ്ങളും കൊടുക്കാം. ഇത് ഞാൻ അവിടെ എന്തായാലും സെയിലിന് ഇടുന്നുണ്ട്. ഓക്കെ, നല്ലൊരു പ്രൈസിന് ഞാൻ എന്തായാലും ഈ ഒരു ഫോൺ അവിടെ കൊടുക്കുന്നുണ്ട്. നല്ല ക്ലീൻ കണ്ടീഷനാണ് ഫോൺ. ഓക്കെ, നിങ്ങൾക്ക് ആ കാര്യം വന്നിട്ട് തന്നെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, വേറെ കുറേ കാര്യങ്ങൾ അവിടെ ആ ഷോപ്പിലുണ്ട്. ഓക്കെ, അത് ആ വിശേഷങ്ങളെല്ലാം സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വിശേഷം എന്ന് പറയുന്നത് വിവോ X200 Proൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. നമുക്ക് അതിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ്, RC വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എഡിറ്റിംഗ് വർക്കിലാണ് ഇപ്പോൾ. അപ്പോൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഞാനിത് അൺറാപ്പ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ റാപ്പ് ഒന്ന് മാറ്റട്ടെ. ഓക്കെ, നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സീലുണ്ട്, 2 സീൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് റിമൂവ് ചെയ്യാം. ഓക്കെ, അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിൻ്റെ ബോക്സിലുള്ള കാര്യങ്ങൾ പറയാം. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ വേരിയൻറ്റ് തന്നെയാണ്. അതുപോലെ ഇതിൽ വരുന്ന റാം എന്ന് പറയുന്നത് 16 GB റാം. ഇതിൽ വരുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് 512 GB ആണ്. അപ്പോൾ ഇതിൻ്റെ വെർഷൻ, അതായത് കളർ വരുന്നത് കളർ വേരിയൻറ്റ് കോസ്മോസ് ബ്ലാക്ക് ആണ്, അതായത് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ അകത്ത്, ബോക്സിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. മെയിനായിട്ട് ഫോൺ, പിന്നെ ഇജക്റ്റ് ടൂൾ, വാറൻറ്റി കാർഡ്, അതുപോലെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, ഫോൺ കേസ് വരുന്നുണ്ട്. സാധാരണ നമുക്ക് ഫോൺ കേസ് കിട്ടാറില്ല, പക്ഷേ ഈ കമ്പനി നമുക്ക് ഫോൺ കേസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ക്രീൻ ഗാർഡും അതിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് എവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാലും അതും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ചാർജർ നമുക്കെല്ലാം അറിയാം, ഇപ്പോൾ എല്ലാ കമ്പനിയും അവോയ്ഡ് ചെയ്യുന്നുണ്ട് ചാർജർ. പക്ഷേ ഇതിൽ ചാർജർ കിട്ടുന്നുണ്ട്. 90 വാട്ട്സിൻ്റെ ചാർജറാണ് ഇതിൽ വരുന്നത്. പിന്നെ അതുപോലെ USB കേബിളാണ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു USB കേബിളാണ് വരുന്നത്. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഗൈസ്. എന്താ വരുന്നില്ലല്ലോ. ഓക്കെ, സോ ഗൈസ്, ബോക്സിനകത്ത് ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് മൊബൈലാണ്. നമുക്കത് റിമൂവ് ചെയ്തിട്ട് സൈഡിൽ വെക്കാം. പിന്നെ ഇതിൻ്റെ IMEI നമ്പർ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആണ്, നമുക്കത് വേണ്ട, അത് അങ്ങോട്ട് സൈഡിലേക്ക് വെക്കാം. പിന്നെ ഇത് നമ്മൾ മാറ്റിയാൽ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം കാണിക്കുന്നത് ഇജക്റ്റ് ടൂളാണ്, അതായത് സിം ഇജക്ഷൻ ടൂളാണ്. നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓപ്പൺ ചെയ്താൽ ഇതിലെന്തായാലും കേസ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്യാം. കേസ് കാര്യങ്ങളായിരിക്കാം. ഓക്കെ, കേസാണ്. ഫോൺ ബ്ലാക്ക് ആയതുകൊണ്ടായിരിക്കാം ബ്ലാക്ക് കേസ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വാറൻറ്റി കാർഡാ അതെന്തോ ഉണ്ട്, നോക്കട്ടെ. ഓക്കെ, അതെ, വാറൻറ്റി കാർഡും തോന്നുന്നു, അറിയില്ല. എന്തായാലും സ്കാൻ ചെയ്ത് നോക്കാം.
ഓക്കെ. ഈ ഒരു കാർഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇവരുടെ എക്സ് കെയർ എന്ന് പറയുന്ന ഒരു കാർഡാണ് X200 സീരീസ്. ഓക്കെ. പിന്നെ വാറൻറ്റി ഇൻഫോർമേഷൻ ആണ് ഇത്, വാറൻറ്റി ഇൻഫോർമേഷൻ. പിന്നെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു കവർ തന്നെ കാണാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇവിടെ ടെക്സ്ചർ വരുന്നുണ്ട്. ഇത് സിമ്പിൾ പ്ലെയിൻ കവറാണ്. അതുപോലെ നമ്മളുടെ ഈ ഫോണിലൊരു ക്യാമറ ബമ്പില്ലേ, അതിന് വേണ്ടിയ രീതിയിൽ തന്നെ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന അത്യാവശ്യം കൊള്ളാവുന്ന ഡിസൈനാണ്. ടെക്സ്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു റിംഗ് മാതിരി, അതൊക്കെ ഓക്കെയാണ്. പിന്നെ വിവോ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് അങ്ങോട്ട് വെക്കാം. പിന്നീട് ഇത് യൂസ് ചെയ്ത് നോക്കാം, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഈ ബോക്സിനകത്ത് എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ചാർജിങ് കേബിളാണ്, USB കേബിൾ. ഓക്കെ, അതുപോലെ വരുന്നില്ല. ഓക്കെ, ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യണം. നമുക്ക് നല്ലൊരു ചാർജർ ഇതിൽ വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് വിവോയുടെ ഒരു ഫ്ലാഷ് ചാർജ് എന്ന് പറയുന്ന ഒരു ചാർജറാണ് ഇത്. 90 വാട്ട്സിൻ്റെ ചാർജറാണ്. പക്ഷേ എനിക്കുണ്ടായിരുന്ന മുമ്പത്തെ, ഞാൻ പറഞ്ഞല്ലോ X100 Proയിൽ എനിക്ക് വന്നിരിക്കുന്ന ചാർജർ 120 വാട്ട്സിൻ്റെതായിരുന്നു. ഇത് 90 വാട്ട്സ്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് ചാർജിങ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒഴിച്ചാൽ നമുക്ക് വേറെ ഒന്നുമില്ല ഈ ബോക്സിനകത്ത്. എന്തായാലും നമുക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന ഒരു കേസ്, ഒരു ചാർജർ, അതുപോലെ ചാർജിങ് കേബിൾ, അതിന് സിം ഇജക്ഷൻ ടൂൾ, പിന്നെ വാറൻറ്റി ഇൻഫോർമേഷൻ. നമുക്കതൊക്കെ സൈഡിൽ മാറ്റി വെക്കാം. നമുക്ക് ഫോണിൻ്റെ ജസ്റ്റ് ഇതൊന്ന് റാപ്പ് ഒന്ന് എടുക്കട്ടെ. ഓക്കെ, ക്യാമറ ബംപ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ കണ്ട കാര്യമാണ് പറയാൻ പോകുന്നത്. NFC എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ NFC സാധാരണ ഇപ്പോൾ സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതും കൂടി ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നമുക്കിത് അൺറാപ്പ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഇവിടെ ഒരു ഓപ്പൺ എന്ന് പറയുന്ന ഭാഗം ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ കോസ്മോസ് ബ്ലാക്കിലുള്ള വേരിയൻറ്റ്. നിങ്ങൾക്ക് സിൽവർ കുറേ കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഞാൻ മേടിച്ചത്, കാരണം ഞാൻ ബ്ലാക്കാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് തന്നെ മേടിച്ചത്. എന്തായാലും നമ്മൾ കവർ ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം കവർ ഇടുമ്പോൾ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും, അതുകൊണ്ടാണ് കവർ ഇട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് കാണാനും നല്ല രസമുണ്ട്. ഇത് ഒരു ബ്ലാക്ക് ഗ്ലാസ്, ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്. അതായത് നമ്മളെ ഫിംഗർ പ്രിൻ്റൊന്നും വരില്ല ഇതിൽ ആവശ്യമായിട്ട്. സോ ആ ഒരു ഡിസൈനിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫിംഗർ മാഗ്നറ്റിക് എന്ന് പറയും. ഓക്കെ, എന്തായാലും നമുക്കിത് ബൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, സോ ഈ ഫോൺ ജസ്റ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ ക്യാമറ വരുന്നുണ്ട്, സെൽഫി ക്യാമറ. അതുപോലെ ഇവിടെ നമുക്ക് മെയിൻ ലെൻസ് വരുന്നുണ്ട്, നമുക്ക് പ്രൈമറി ലെൻസും ടെലിഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ റിംഗ് കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ഫോൺ പിടിക്കുന്ന സമയത്ത് ഇങ്ങനെ പിടിച്ചാൽ മതി, നമുക്ക് ഫോൺ നല്ല കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് കയ്യിൽ നിന്ന് നല്ല പ്രൊട്ടക്ഷൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഈ സൈഡിൽ നമുക്ക് പവർ ബട്ടൺ, പിന്നെ വോളിയം റോക്കർ ബട്ടൺ ഇവിടെ ഉണ്ട്. അതുപോലെ ഇവിടെയാണെങ്കിൽ നമുക്ക് സ്പീക്കർ, ഗ്രിൽ, പിന്നെ സിം ഇടുന്ന ഭാഗം, അതുപോലെ USB Type-C. പിന്നെ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, ഇൻഫ്രാഡ്. അതായത് നമുക്ക് ടി വിയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി റിമോട്ടായിട്ട്. സോ ആ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്ലാഷ് ലൈറ്റാണ് വരുന്നത്. സോ എൻ്റെ പഴയ ഫോൺ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓൾമോസ്റ്റ് സിമിലാരിറ്റി ആണ് ഡിസൈനിൽ, ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, സെയിം ലൈക്ക് ഡിസൈനാണ്. പിന്നെ ഇതിൻ്റെ ഫോണിൻ്റെ ഡിസൈനിൽ മാറ്റം വന്നത്, ഇതിൽ കർവ്ഡ് പാനലായിരുന്നു, പക്ഷേ ഇത് കുറച്ചും കൂടി കർവ് കുറച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണെങ്കിൽ കാണാൻ കുറേ ചേഞ്ചസ് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ കുറേ ചേഞ്ചസ് ഉണ്ട്. സോ കുറച്ചും കൂടി ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഫോൺ. ഓക്കെ, നമുക്കിതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് മാറിയിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് കർവ് അത്ര ഇഷ്ടമല്ല, പക്ഷെ എന്നാലും നമുക്ക് ക്യാമറ നല്ലതായത് കൊണ്ട് മാത്രം ഞാൻ ഇതുവരെ യൂസ് ചെയ്തത്. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പിന്നെ സെലക്ട് ഇന്ത്യ. നമുക്ക് ഇത് നമുക്ക് ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഞാൻ പുതിയതായിട്ട് സെറ്റപ്പ് ചെയ്യാം. പിന്നെ നമുക്ക്
വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനത് ഓഫ്ലൈനിൽ വെച്ച് സെലക്ട് ചെയ്യാം. പിന്നെ ഫിംഗർ പ്രിൻറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഫിംഗർ പ്രിൻറ്റ് ഇപ്പോൾ കൊടുക്കുക. ജസ്റ്റ് സ്ക്രീൻ ലോക്ക് കൊടുക്കാം, പിൻ ലോക്ക്. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ്. ഏത് ടൈപ്പ് നാവിഗേഷൻ വേണമെന്നുള്ള കാര്യത്തിന് നമുക്ക് ഇപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റും. എന്തായാലും നമുക്കത് പിന്നീട് ചേഞ്ച് ചെയ്യാനും പറ്റും. ഓക്കെ, ഫൺ ടച്ച് OSൻ്റെ 15 ആണ് ഇതിൽ വരുന്നത്. കാരണം ആൻഡ്രോയിഡ് 15 ആണ് ഇപ്പോൾ വരുന്നത്. അതുപോലെ പഴയ ഫോണിനും അത് ഇപ്പോൾ സപ്പോർട്ടായിട്ടുണ്ട്. അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ്രോയിഡ് 15. സോ ഈ ഒരു മെയിൻ ലെൻസിൻ്റെ കാര്യമാണ് എടുത്ത് പറയാനുള്ളത്. ഫൺ ടച്ച് OS ഓൾമോസ്റ്റ് എൻ്റെ ഫോണിലും സിമിലാരിറ്റിയാണ്. പക്ഷേ ഇതിൽ ഞാൻ ഒരു വീഡിയോ കണ്ടത് ഇതിൽ ജെമിനി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് അതിൽ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഇതിൽ വന്നിട്ടുണ്ട്. ഞാനിതിൽ വൈഫൈ കൊടുക്കാത്തത് കൊണ്ടാണ്, അതുപോലെ സിമ്മും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ആ ഒരു സെറ്റപ്പ് സ്ക്രീൻ വരാത്തത്. ഓക്കെ, പിന്നീട് ഇതിലുള്ള കാര്യം കുറച്ചും നമുക്ക് ഈ ഒരു വിഡ്ജറ്റ് ടൈപ്പ്, അതായത് ഐഫോൺ സ്റ്റൈലിലുള്ള ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇവരുടെ ചൈനീസ് ഒറിജിൻ OS നിന്ന് എല്ലാം ഇവർ എടുത്തിട്ടുണ്ട്, ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആപ്പ് ഡ്രോവർ കാര്യങ്ങൾ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ, മെയിൻലി ഫോട്ടോ ആണ് ഇതിൻ്റെ കാണിക്കാനുള്ളത്. പിന്നെ അത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോൻ്റെ പുറമെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോ ഏത് ടൈപ്പിലൊക്കെ, പോർട്രേറ്റ് മോഡിൽ, അതുപോലെ നോർമൽ ഫോട്ടോ, ഇതിൽ സ്നാപ്ഷോട്ട് എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഫീച്ചർ ഉണ്ട്, മൂവിങ് ഒബ്ജക്റ്റൊക്കെ ഫാസ്റ്റായിട്ട് എടുക്കാൻ വേണ്ടി. അതുപോലെ മാക്രോ ഷോട്ട്സ്, പിന്നെ നിങ്ങൾക്ക് ഇതിൽ സ്ലോ മോഷൻ വീഡിയോ, അതുപോലെ 4K 120 FPS എടുക്കുന്ന വീഡിയോ, 4K 60 അതുപോലെ നമ്മളുടെ ഐഫോണിലുള്ള പോലെ സിനിമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളും, അതായത് സിനിമാറ്റിക് പോർട്രേറ്റിലുള്ള സിനിമാറ്റിക് ഷോട്ട്സും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ഇതിൻ്റെ കവർ ഇതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം. അതൊന്ന് ഇട്ടിട്ട് കാണിക്കാം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ്, ഇത് ഓൾറെഡി ഇതിൽ അപ്ലൈഡ് ആണ് സ്ക്രീൻ ഗാർഡ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം, പക്ഷേ ഇത് റിമൂവ് ചെയ്തിട്ട് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്, എൻ്റെ അഭിപ്രായം. പക്ഷേ നിങ്ങൾക്ക് ടെമ്പേർഡ് ഗ്ലാസ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇതിൽ വരുന്നുണ്ട് സ്ക്രീൻ ഗാർഡ്, അതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ കേസ് അത്യാവശ്യം കൊള്ളാവുന്ന കേസാണ്. നമുക്ക് എന്തായാലും ഇത് ഇട്ട് നോക്കാം. ഓക്കെ, എല്ലാം ഓക്കെയാണ്. നമുക്ക് ഈ ഒരു ടെക്സ്ചർ വന്നതും നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നമുക്ക് നല്ലൊരു പ്രൊട്ടക്റ്റീവാണിത്. ഓക്കെ, ഇങ്ങനെ വെച്ചാലും നമുക്ക് സ്ക്രീനിലേക്ക് സ്ക്രാച്ചസ് ഒന്നും വരില്ല, അത് ഉറപ്പാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്താലും സ്ക്രാച്ചസ് ഒന്നുമില്ല. സോ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റിയിലും അതുപോലെ വേണ്ട രീതിയിലും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കേസാണ് ഇതിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ കേസുകൾ ഇതിലേക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സ്പൈജൻ കേസൊക്കെ അവൈലബിൾ ആണെന്ന് അറിയില്ല, എന്നാലും നമുക്ക് ഇഷ്ടമുള്ള കേസ് നമുക്ക് പർച്ചേസ് ചെയ്ത് ഇടുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന ഡിസ്പ്ലേ എന്ന് വെച്ചാൽ LTPO AMOLED ഡിസ്പ്ലേ ആണ്. 1 ബില്യൺ കളർ സപ്പോർട്ടാണ്. അതുപോലെ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ചേഞ്ച് ചെയ്യാനും പറ്റും. ഡിസ്പ്ലേ ഓപ്ഷനിൽ നമുക്ക് 60 ഹെർട്സോ അല്ലെങ്കിൽ നമുക്ക് 120 ഹെർട്സോ, അതുപോലെ നമുക്ക് സ്മാർട്ട് സ്വിച്ച് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുപോലെ ഡോൾബി വിഷനും HDR10+ സപ്പോർട്ടീവ് ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ എന്ന് പറയുന്നത് 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ഇത് നമുക്ക് IP68ഉം IP69ഉം വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. നമുക്കിത് 1.5 മീറ്ററിൽ നമുക്ക് 30 മിനിറ്റ്സ് വരെ നമുക്ക് ഇത് ഡ്രോപ്പ് ചെയ്താലും ഇത് സേഫായിരിക്കും, നമുക്ക് ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, സേഫ്ലി. അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത് MediaTek Dimensity 9400 വരുന്ന ഒരു ഡിമെൻസിറ്റി ചിപ്സെറ്റാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഇതിൽ അത്യാവശ്യം നല്ല സ്പീഡാണ്. നമുക്ക് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എലൈറ്റുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് ഇത് നല്ല പെർഫോമൻസിൽ നമുക്ക് കളിക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് ഇത്. ഓക്കെ,
അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന റാമും റോമും അതായത് സ്റ്റോറേജും കാര്യങ്ങളെന്ന് വെച്ചാൽ 16 GB റാമാണ് ഇതിൽ വന്നിരിക്കുന്നത്, 512 GB സ്റ്റോറേജ് ആണ് വന്നിരിക്കുന്നത്. എൻ്റെ മുമ്പത്തെ ഡിവൈസിലാണെങ്കിൽ സെയിം ആണ്. ഓക്കെ, അതുപോലെ ഇതിൽ വന്നിരിക്കുന്ന ക്യാമറ പറയുകയാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറയാണ് സെറ്റപ്പ് വന്നിരിക്കുന്നത്. 50 MP വൈഡ് സെൻസർ, അതുപോലെ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ സെൻസർ, അതുപോലെ 50 MP അൾട്രാ വൈഡ് സെൻസറാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് മാക്രോ ഷോട്ട്സ് എല്ലാം നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റും, കാരണം 200 MP ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് മാക്രോന് വേണ്ടി. അതുപോലെ വീഡിയോ ആണെങ്കിൽ നമുക്ക് 8K റെസൊല്യൂഷൻ വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 8K 30 ഫ്രെയിം/സെക്കൻഡിലാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ 4K 60 അതുപോലെ 4K 120 ഹെർട്സിലും ഇത് സപ്പോർട്ടീവാണ്. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഓക്കെ, നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും 10-bit ലോഗിലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഡോൾബൈ വിഷൻ്റെ HDRും ഇതിൽ സപ്പോർട്ടീവാണ്. ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് 32 MP ഒരു 20 mm അൾട്രാ വൈഡ് ക്യാമറയാണ് വരുന്നത്. അതുപോലെ അതിലും കൂടി നമുക്ക് 4K 30 60 ഫ്രെയിം/സെക്കൻഡിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് HDയിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, HDR സപ്പോർട്ടീവാണ് ഫ്രണ്ട് ക്യാമറയിൽ. ഇതിൽ വന്നിരിക്കുന്ന ഫിംഗർ പ്രിൻറ്റ് സെൻസർ ആണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല ഇപ്പോൾ വരുന്ന എല്ലാ സ്മാർട്ട് ഫോണിലും വരുന്ന സെയിം ഫിംഗർ പ്രിൻ്റാണ്, അതായത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻ്റാണ്. നമുക്ക് നല്ല ഫാസ്റ്റാണ് ഈ ഒരു ഫിംഗർ പ്രിൻറ്റ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഫിംഗർ രജിസ്റ്റർ ചെയ്യണം. അതിന് നിങ്ങൾക്ക് 10ഓളം നമുക്ക് 10ഓ 5ഓ അങ്ങനെ എന്തോ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എന്നാലും ഞാൻ ആദ്യം എൻ്റെ തമ്പ് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ തമ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എല്ലാ സൈഡിലൂടെയും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഇത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഡൺ. ഓക്കെ, ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇത് അൾട്രാസോണിക് ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫിംഗർ വെച്ചാൽ മതി. നല്ല ഫാസ്റ്റാണ് ഗൈസ്. വീണ്ടും കാണിക്കാം. ഫാസ്റ്റ്, അത്യാവശ്യം നല്ല ഫാസ്റ്റാണ് ഫിംഗർ പ്രിൻറ്റ്. ഓക്കെ, ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതും കൂടി ഇതിൽ നല്ല റെസ്പോൺസീവാണ്. ഓക്കെ, നല്ല അത്യാവശ്യം റെസ്പോൺസീവ് ആയിട്ടുള്ള. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ ഫോണിൻ്റെ സ്പെക്സും കാര്യങ്ങളും. എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ബാക്കി നമുക്ക് ഫോട്ടോ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുള്ളത്. ഞാൻ എല്ലാ സൈഡിലും നമുക്ക് എല്ലാ ഓപ്ഷനിലും ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ അഭിപ്രായം, അതായത് എങ്ങനെയുണ്ടെന്ന് കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണാം.
അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ ഫീച്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, എത്രത്തോളം ഇത് ഫോട്ടോ സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അതായത് വിവോ X100 Pro വേഴ്സസ് X200 Pro. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൽ വ്യത്യാസങ്ങൾ എന്നുള്ളത് ക്യാമറ ക്വാളിറ്റി കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്ര വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. മാക്രോ ഷോട്ടിലൊക്കെ ഇതിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, എന്നാലും അതിൽ നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ആ ഫോൺ കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈക്ലിക്ക് സ്റ്റോർ, കടവന്തരയിലുള്ള മൈക്ലിക്ക് സ്റ്റോർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിൻ്റെ നമ്പറും കാര്യങ്ങളും ഞാൻ ഇതേ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കാം. നിങ്ങളെന്തായാലും അവിടെ പോയിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ ഫോൺ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്താൽ മതി. ഇതിൻ്റെ വില കാര്യങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്താൽ അവരെന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. RC വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ഗുഡ് ബൈ.